ഹലോ ഹെൽക്കൻസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിന് ശേഷമുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. നാട്ടിലത്തെ ജീവിതവും ഇവിടുത്തെ ജീവിതവും തമ്മിൽ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ വെളുപ്പിന് എണീക്കേണ്ട ഒരു ആവശ്യം വരാറില്ല, ഞാൻ എണീക്കാറുമില്ല. ആ ഒരു പുലർച്ചെ സമയത്തൊക്കെ പുതച്ച് മൂടി സുഖമായിട്ട് കിടന്നുറങ്ങണം ഞാനാണ് കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം പുലർച്ചെ എണീക്കുന്നു, അടുക്കളയിൽ കയറുന്നു, വെച്ചുണ്ടാക്കുന്നു. ആഹാ, നല്ല നല്ല മാറ്റങ്ങളാണ്. പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു കാര്യം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എത്ര നാളത്തേക്ക് ഉണ്ടാവുന്നു നമുക്കറിയാൻ പാടില്ലല്ലോ, നമ്മുടെ കയ്യിലല്ലല്ലോ ഒന്നും. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇതാ ഇനിയും അങ്ങോട്ടേക്ക് പോകുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ നീങ്ങുന്നു. എന്തായാലും ഉള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക്. അപ്പോൾ ഞാൻ ഇതൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഇത്ര പറയാനുണ്ടോ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, ഞങ്ങളാരും ഇങ്ങനെ പാടി നടക്കാറൊന്നുമില്ല, ഇതൊക്കെ ഇത്ര അത്ഭുതത്തോടു കൂടി പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. അത് ശരിയാണ്, ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു അന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് നിങ്ങൾക്ക് പറ്റിയില്ല, പൊങ്കാലിടാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ പണി അവിടെ ആരംഭിച്ചു. ചാച്ചന് ഒരു 6:30 ആകുമ്പോൾ പോകും. അപ്പം ഞാനൊരു 6 മണിയാകുമ്പോൾ എണീറ്റിട്ട് ചാച്ചന് കഴിക്കാനായിട്ടുള്ള ഓട്സും അതേപോലെ ബ്ലാക്ക് കോഫിയും ഉണ്ടാക്കി വെക്കും കേട്ടോ. ആളത് കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ ചില സമയത്ത് ഞാൻ ഈ 6 മണിക്ക് എന്നുള്ള അലാം ഉണ്ടല്ലോ, അത് ഓഫാക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങാറുണ്ട്. വേറെ ഒന്നുമല്ല, ചാച്ചൻ വരുന്നത് തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ്, ഒരു 1:30 ആവും വരുമ്പോൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങുമ്പോഴത്തേക്കും 2 മണി 2:30 ആവും. പിന്നെ ഒരു 6 മണിക്ക് അത് റൗണ്ട് ചെയ്ത് എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ എന്നെക്കൊണ്ട് പറ്റാറില്ല. അപ്പോൾ ഞാൻ അലാം ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കും ഞാൻ അലാം ഓഫാക്കി കിടന്നുറങ്ങുന്നത്, എനിക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പോൾ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ആൾ എണീറ്റിട്ട് ആളുടെ ടൈം ആകുമ്പോൾ പോകും കേട്ടോ. ഞാൻ എന്നിട്ട് നേരം വെളുത്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ബെഡിൽ ആളുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആലോചിക്കും, അയ്യോ ചാച്ചൻ ഒന്നും കഴിക്കാണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക, വിശക്കുന്നുണ്ടാവുക. എന്നിട്ട് ഞാൻ മെസ്സേജ് അയക്കും, ചാച്ച വിശക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ചാച്ചൻ്റെ റിപ്ലൈ എങ്ങനെയായിരിക്കും, പിന്നെ വിശക്കില്ലേ, നീ തന്നില്ലല്ലോ എന്ന് പറയും കേട്ടോ. ഇത്രയും നാളും ചാച്ചൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴും അത് ഒറ്റയ്ക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ചെയ്യാനേലും പ്രശ്നമൊന്നുമില്ല, ചാച്ചനായതുകൊണ്ട് അത് ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാനുള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത്. കാരണം ആ മനുഷ്യൻ വന്ന് കിടന്നുറങ്ങണതും എണീക്കണതും ഒക്കെ ഞാനിപ്പോൾ കാണുന്നത് കൊണ്ട് ആളുടെ ആ ഒരു ബുദ്ധിമുട്ട് ഞാനിപ്പോൾ കണ്ടറിഞ്ഞാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ എണീക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എണീറ്റ് ഓരോന്ന് ചെയ്യും. ഇനി എണീക്കാൻ പറ്റാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അതും ചാച്ചന് വിഷയമില്ല. ചാച്ചന് വിശക്കാണെന്നുണ്ടെങ്കിൽ ചാച്ചൻ തന്നെ അത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. വിശപ്പൊന്നും കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു മനുഷ്യനല്ല എൻ്റെ കെട്ടിയന്. അത് കാരണം എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചാച്ചൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ ഇത്. ക്യാമറ ഓൺ ആയതുകൊണ്ടുള്ള സ്നേഹപ്രകടനമാണോ എന്ന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഞാൻ തമാശയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെ ഒരു ചെറു ചുംബനൊക്കെ തന്നിട്ടാണ് ആൾ പോവാറുള്ളത്. അങ്ങനെ ചാച്ചൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അടുത്തൊരു വലിയൊരു പണിയുണ്ട്. ആ പണിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ. പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഈ പണിയല്ലാണ്ട് വേറെ ഒരു പണിയുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ പണിയിലേക്ക് പോകട്ടെ. ആ പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഇനി ചാച്ചൻ വരണ വരെ അല്ല കേട്ടോ, ഒരു 8 മണി 8:30 ആകുമ്പോഴേ ഞാൻ ഇനി എണീക്കുള്ളൂ. അങ്ങനെ ആ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതെൻ്റെ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൻ എണീക്കുന്ന സമയമാണ് കേട്ടോ. മോൻ സ്റ്റിൽ നല്ല ഉറക്കം തന്നെയാണ്. പിന്നെ ഈ ചെറുക്കൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഒക്കത്ത് ഫുള്ള് ഇവൻ തന്നെയായിരിക്കും കേട്ടോ. അത് കാരണം പിന്നെ എനിക്ക് നീങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഈ ചെറുക്കനെയും പിടിച്ച് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്. മിററിലായതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഗോഷ്ഠികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറുക്കൻ. ഉറക്കം കംപ്ലീറ്റ് ആവാണ്ടാണ് ഈ എണീറ്റിരിക്കണത്. നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റാൽ മതി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ എണീക്കില്ല. കാരണം എൻ്റെ ചൂട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആശാൻ എണീക്കും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ടൈമൊക്കെ അല്ലേ, ഏതാണ്ട് അവരുടെ ഉറക്കമൊക്കെ കഴിയുന്ന ടൈമൊക്കെ ആയതുകൊണ്ടാണ് എണീറ്റേക്കണത്. അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങിയാനെ. ചില സമയങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവനോടൊന്ന് പോസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ് ചെയ്യില്ല. ആവശ്യമില്ലാത്ത സമയത്ത് ഇതേപോലെ ക്യാമറയിലേക്ക് നോക്കുന്നു, അല്ലാത്ത ഗോഷ്ഠികൾ കാണിക്കുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ വീണ്ടും ഉള്ള ഉറക്കം കഴിഞ്ഞ് ഒന്ന് എണീറ്റ് ഫ്രഷൊക്കെ ആയി. ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, തണുപ്പായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്, സ്കിന്നായാലും ചുണ്ടായാലും മൊത്തത്തിലൊരു ഡ്രൈനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ചെക്കൻ താഴെ ഇറങ്ങാറുള്ളൂ. അപ്പോൾ താഴെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള പണികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കും. കാരണം അവനൊക്കെ തിരുത്തിയിട്ട് എല്ലാ പണിയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. അത് ഇവിടെ ചാച്ചന് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടം ഇങ്ങനെ പൊടിയായിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. എൻ്റെ പപ്പയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങൾ പൊടിയായാലും കട്ടയായാലും കഴിക്കും, എന്നാലും കുറച്ചും കൂടി ഈസി കഴിക്കാനായിട്ട് പൊടിയാണല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു നേരത്തെ നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ തലേദിവസം അലക്കിയ തുണികളൊക്കെ അവിടെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ മാക്സിമം ഞാനതൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് വെക്കാൻ നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പ്രാവുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എത്തുമ്പോൾ വന്ന് ഇരിക്കുമോ കാഷ്ടിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെയാണ് എനിക്കുള്ളത്. കാരണം നമ്മുടെ വിൻഡോൻ്റെ സൈഡിലൊക്കെ ഇവർ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഇതുവരേക്കും ഇങ്ങോട്ടേക്ക് കയറിയിട്ടൊന്നുമില്ല, നമ്മുടെ ബാൽക്കണിയിലേക്കൊന്നും അങ്ങനെ പ്രാവുകൾ കയറിയിട്ടില്ല. അപ്പോൾ എങ്ങാനും കയറിയാലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാനതൊക്കെ എടുത്തിട്ട് നേരെ കൊണ്ടുപോയി മടക്കി വെക്കും കേട്ടോ. അങ്ങനെ തുണിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവും ചായയും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഈ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ ഒക്കത്ത് കയറി. എനിക്ക് കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല. ഒന്നാമത് കഴിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് ഗോഷ്ടി കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. കാരണം നല്ല വിശപ്പ് കയറിയിരിക്കുന്ന സമയമായിരിക്കുമല്ലോ, ആ സമയത്തായിരിക്കും ഉമ്മാൻ്റെ ഗോഷ്ടികളൊക്കെ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാരുടെ കളിയാണ്. നാട്ടിലത്തെ പോലെ അല്ലല്ലോ, ഇവിടെ എല്ലാ പിള്ളേരും വീടിനകത്ത് തന്നെയാണല്ലോ കളി. ഇവരും ഇപ്പം അങ്ങനെ തന്നെയായിട്ടോ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. നല്ല ബീഫ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എയ്തമ്മോൻ കരഞ്ഞ് പിഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊട്ടാപ്പുറത്തണിയൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലത്തെ ബിസിനസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ളതാണ്. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അത് നാട്ടിലത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ UAE എങ്ങനെയാണെന്നുള്ളത് ഞാനത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് അതിനൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ നാട്ടിലത്തെ പോലെ അങ്ങനെ ഈസി അല്ലാന്ന് തോന്നുന്നു ഓൺലൈൻ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ നോക്കി കണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം ഇവിടെ ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അറിയില്ല എങ്ങനെയാവുമെന്ന്. എന്തായാലും നാട്ടിൽ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പേജിൽ കുറച്ച് അപ്ഡേഷൻസ് ഇപ്പോൾ കുറവാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നതിൻ്റെ ആ ഒരു തിക്കും തിരക്കിലൊക്കെ എനിക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒന്ന് സെറ്റായി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പേജ് ആക്റ്റീവ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ റൊട്ടീൻ പോലെ തന്നെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഇവിടെയും എൻ്റെ ആ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഡെലിവേർഡ് ആയത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. പെട്ടെന്ന് പൊടി പിടിക്കുന്നത് കൊണ്ട് തന്നെ, പിന്നെ റൂമിലാണല്ലോ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, പൊടി പിടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില സൈഡുകളും മൂലകളും പിന്നെ നമ്മുടെ ഈ ടേബിൾസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനതപ്പോൾ ഈ ചെറുക്കനെ താഴെ നിർത്തിയിട്ട് ചെയ്യാമല്ലോ, അതാണ് കുറച്ചും കൂടി ഈസി. അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴെ നിർത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുറത്ത് ഔട്ടിങ് പോയ ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഭൂരിഭാഗം കമൻസ് വന്നത് സ്ട്രോളർ വാങ്ങുക, അത് ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സ്ട്രോളറിൽ വാങ്ങിയാലും ഇവന്മാരിക്കുമോ എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ഡൗട്ട്ഫുള്ളാണ്. നമ്മുടെ മക്കളുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ രണ്ടെണ്ണത്തിൻ്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ സ്ട്രോളർ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് വേസ്റ്റായിട്ടൊരു മൂലയ്ക്ക് വെക്കേണ്ട ഒരു അവസ്ഥ വരും. അതിൽ എന്തായാലും ഇരിക്കാൻ പോകണില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. കാരണം ഇവന്മാർ ഒന്നല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ നടക്കും, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നടക്കുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. ഇരുന്നുകൊണ്ട് ഇങ്ങനെ സമാധാനത്തോടു കൂടി കാഴ്ചകൾ കാണുന്ന ഒരു മൈൻഡുള്ള പിള്ളേരല്ല. അപ്പോൾ അത് കാരണം തന്നെ ഇവർ ഇരിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാനും ചാച്ചനും വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരു കാര്യം. സ്ട്രോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്, നല്ലൊരു കാര്യം തന്നെയാണ്.
പക്ഷെ അത് ഞങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇവന്മാരുടെ ആ ഒരു പോക്ക് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിട്ട് വേണം അത് വാങ്ങണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഇവന് ഈ ഒരു പെർഫ്യൂം കിട്ടിട്ടോ. ഈ ഒരു പെർഫ്യൂം ബോട്ടിൽ കാണാൻ തന്നെ അവന് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അത് വെച്ച് കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അത് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ടേബിളിൽ കയറിയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഉച്ചയായപ്പോഴത്തേക്കും ചാച്ചൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന്മാർക്ക് ഞങ്ങളൊന്നും വേണ്ട, പപ്പ മാത്രം മതി. ഇപ്പം അങ്ങനെയാണ് കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, ആ കൊണ്ടുവരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ, രണ്ടെണ്ണം കൂടി. പക്ഷെ രണ്ടുപേരും ഈ ഒരു സമയം, അതായത് ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടെണ്ണത്തിനും ഒരു ഉറങ്ങണ ആ ഒരു മൈൻഡ് വരും. അതുകൊണ്ട് തന്നെ വലിയ ആക്റ്റീവായിട്ട് നിൽക്കുകയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ, അതായത് നേരം വൈകി എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ചാച്ചൻ വരുന്ന ഒരു ടൈം ആകുമ്പോൾ ഓടി ചെന്നിട്ട് ചാച്ചൻ്റെ കയ്യിൽ നിന്നുള്ള കവറൊക്കെ വാങ്ങും കേട്ടോ. പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളൊരു ഉറക്കം ഉറങ്ങിയിട്ട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. വൈകുന്നേരത്തെ ചാച്ചൻ്റെ ക്ലയൻറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചാച്ചന് പോകേണ്ടി വന്നില്ല, ഫുൾ ഫ്രീ ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫ്രീ ടൈം ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകാം, ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ളൊരു മൈൻഡിൽ നമ്മളിതേ റെഡി ആയിട്ട് ഇറങ്ങാം കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ സൺഡേയ്സാണ് ഒഴിവുള്ളത്, ഇങ്ങനെ വീക്ക് ഡേയ്സ് ഒന്നും അങ്ങനെ ഒഴിവ് കിട്ടാറില്ല. ഏതെങ്കിലും ക്ലയൻറ്റ് വരാതിരിക്കുകയോ ക്യാൻസലാക്കിയാൽ മാത്രമാണ് ചാച്ചൻ അങ്ങനെ വീക്ക് ഡേയ്സ് ഫ്രീ ആവാറുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്നുള്ള ഒരു ഫ്രീ ആയി എന്നുള്ളൊരു അറിവായതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുറത്ത് പോകാമല്ലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ നമ്മളിതേ കായലോരത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. കായലോരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കരാമയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഞാൻ ഏതുമോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ നിന്നായിരുന്നു കൂടുതലും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ അപ്പവും സ്റ്റൂ ഒക്കെ എൻ്റെ മെയിൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയായിരുന്നു. ഞാൻ മിക്കപ്പോഴും അവിടെ നിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചു ചോദിച്ചു അപ്പോൾ സ്റ്റൂവും, കാരണം ആ രാത്രി സമയമാണല്ലോ, ഉണ്ടാവില്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ, ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചൊക്കെ ചോദിച്ച് അങ്ങനെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടുത്തെ അപ്പവും സ്റ്റൂവും വീണ്ടും കഴിച്ചു. ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഫുഡ് കഴിക്കണതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയൊന്നുമില്ല, ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു ഗൈസ്. പിന്നെ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാച്ചൻ ചട്ടിച്ചോറിൻ്റെ ആളാണ് അവിടുത്തെ. ഞാൻ അപ്പവും സ്റ്റൂവും, അമ്മയും ഐശ്വര്യൊക്കെ അത് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇതിപ്പോൾ ഒരു ഹാഫ് ഡേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ളതൊന്നുമില്ല. എന്താവട്ടെ, നമുക്ക് അടുത്ത വീഡിയോയിൽ പിടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.